നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കണിയൊക്കെ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ടോ? ഒരാണ്ടിന്റെ ഫലമാണ്. ഇന്നത്തെ കണി എങ്ങാനും മോശമായാൽ 1 വർഷം പോയി എന്നർത്ഥം. ആ എവിടെയാ ഇത്? ഈശ്വര, ചതിച്ചല്ലോ. പൂജാമുറി എത്തിയോ? എത്തി. ആ ഇനി നീ കൈയെടുത്തോ, ഞാൻ കണ്ടോളാം. കണ്ണു തുറന്നോ? എന്റെ ഭഗവാനെ, അമ്മേ, മുത്തശ്ശിയുടെ സുന്ദരിക്കുട്ടി ഇവിടെ വന്നിരിക്കുക. മോളെ, നേരത്തെ ചോദിച്ചില്ലേ ഈ കണിക്കൊന്ന എന്തിനാ വിഷുക്കണിക്ക് വെക്കുന്നേന്ന്? ആ കഥ മുത്തശ്ശി പറഞ്ഞു തരാം കേട്ടോ. എങ്കി പറ, നമ്മൾക്ക് കേൾക്കാൻ കൊതിയായി. പറഞ്ഞ ശ്രദ്ധിച്ചു കേക്കണം. പണ്ട് ഒരു കൊച്ചുകുട്ടി അത്താഴ പൂജയ്ക്ക് അമ്പലത്തിന്റെ വാതക്കിലിരുന്ന് ഉറങ്ങിപ്പോയി. തൊഴുതു കഴിഞ്ഞു വന്ന അവന്റെ അമ്മ കരുതി കുട്ടി വീട്ടിൽ പോയി കാണുമെന്ന്. എന്നിട്ട് അമ്മ വീട്ടിലോട്ടൊക്കെ പോയി. കുട്ടി നല്ല ഉറക്കമായത് കാരണം അമ്പലം അടയ്ക്കുന്ന സമയത്ത് പൂജാരിയും ആ കുട്ടിയെ കണ്ടേയില്ല. പൂജാരി എന്ത് ചെയ്തു? അമ്പലം പുറത്തു നിന്ന് പൂട്ടിയിട്ട് വീട്ടിലേക്കങ്ങ് പോയി. കുറെ നേരം കഴിഞ്ഞപ്പോ പാവം കുട്ടി ഉറക്കം ഉണർന്നു. ഓ, കുട്ടി എന്ത് ചെയ്തു? പേടി കൊണ്ട് ഉറക്കെ അങ്ങ് കരഞ്ഞു. അയ്യോ പാവം കുട്ടി. എന്നിട്ട് ആര് കരച്ചില് കേട്ടില്ലെങ്കിലും ഒരാളാ കരച്ചില് കേട്ടു. സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ. അതെ, കരഞ്ഞോണ്ടിരുന്ന കുട്ടിക്ക് കളിക്കാനായിട്ട് ഭഗവാൻ തന്റെ അരഞ്ഞാണ ഊരിയങ്ങ് കൊടുത്തു. നേരം വെളുക്കുന്നതുവരെ അവൻ അത് വെച്ചങ്ങ് കളിച്ചോണ്ടേയിരുന്നു.
നേരം വെളുത്തു, പൂജാരി വന്നു. വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന ആ അരഞ്ഞാണം കുട്ടിയുടെ അരയിൽ കണ്ടപ്പോ കട്ടെടുത്തോടാ എന്ന് ചോദിച്ച് കുട്ടിക്കിട്ട് ഒരൊറ്റ അടി. സങ്കടത്തോടെ അയ്യോ അയ്യോ എന്നും പറഞ്ഞു കുട്ടി കരയാൻ തുടങ്ങി. സങ്കടത്തോടെ കുട്ടി എന്ത് ചെയ്തു? ആ അരഞ്ഞാണം എടുത്ത് ദൂരോട്ടൊരൊറ്റ ഏറ്. അത് അതിനടുത്ത് നിന്ന് ഒരു മരച്ചില്ലയിലേക്ക് വന്നങ്ങ് വീണു. എന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോ മരച്ചില്ലയിൽ കുടുങ്ങിയ ആ അരഞ്ഞാണം സ്വർണ്ണ ശോഭയുള്ള കൊന്ന പൂക്കളായിട്ടങ്ങ് മാറി. അതാണ് ഐതിഹ്യം. സൂപ്പർ മുത്തശ്ശി, അടിപൊളി. ഇനി ഒത്തിരി ഒത്തിരി കഥകളുണ്ട്. എല്ലാം മുത്തശ്ശി പറഞ്ഞു തരാം കേട്ടോ. വാ മോള് വാ. എന്താ എന്നേക്ക് നടന്നു. കൃഷ്ണ ഭഗവാനെ, ഈ വിഷുക്കാലം എനിക്കൊരിക്കലും മറക്കാനാകാത്ത വിഷുവാക്കി മാറ്റിയതിന് നന്ദിയുണ്ട് ഭഗവാനെ. വന്ദനയും ഞാനും ഒരുമിച്ച് ആദ്യത്തെ വിഷുവാണിത്. എത്തിയോടി? ഇല്ല. എത്തിയില്ലല്ലേ? അയ്യോ, ഇതെന്താ ചൂര്? കണിയൊക്കെ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ടോ? ഒരാണ്ടിന്റെ ഫലമാണ്. ഇന്നത്തെ കണി എങ്ങാനും മോശമായാൽ 1 വർഷം പോയി എന്നർത്ഥം. ആ എവിടെയാ ഇത്? ഈശ്വര, ചതിച്ചല്ലോ. പൂജാമുറി എത്തിയോ? എത്തി. ആ, ഇനി നീ കൈയെടുത്തോ, ഞാൻ കണ്ടോളാം. കൃഷ്ണ ഭഗവാനേ, നല്ല ഫലം തരണേ. അയ്യോ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.